ഹൈദരാബാദിലെ കുഷൈഗുഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഒരു ഫസ്റ്റ് ഫ്ലോറിലുള്ള വീട് പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ടൊരു 3-4 ദിവസമായിട്ടുണ്ടായിരുന്നു. നൈബേഴ്സ് നോക്കുമ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ഒരു വീടിൻ്റെ അവിടെ നിന്ന് വല്ലാത്ത രീതിയിലുള്ളൊരു ദുർഗന്ധം വരുന്നുണ്ട്. ആ വീട്ടിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ കാണാനുമില്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ആ വീടിൻ്റെ ഓണറെ വിളിക്കുകയാണ്. ഹൗസ് ഓണർ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ അകത്ത് നിന്ന് ഇതേപോലെ തന്നെ വൃത്തികെട്ടൊരു സ്മെല്ല് വരുന്നുണ്ട്, എന്താന്ന് വന്ന് നോക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഹൗസ് ഓണർ സ്ഥലത്തെത്തി ആ ഒരു വീടിൻ്റെ വാതിൽ തുറന്ന് അകത്തോട്ട് കയറുകയായിരുന്നു. അകത്ത് കയറി ആ ഒരു കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ ആ ഓണറും അതുപോലെ തന്നെ അയാളോടൊപ്പം കയറിയ നൈബേഴ്സും ഞെട്ടിപ്പോവുകയായിരുന്നു. വീട്ടിൽ തറയിലും മറ്റുമൊക്കെ ഫുള്ളായിട്ട് രക്തക്കറയും അതുപോലെ തന്നെ 7 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ അവിടെ വളരെ ദാരുണമായിട്ടുള്ള രീതിയിൽ മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. ഉടനെ തന്നെ അവർ പോലീസിനെ വിവരമറിയിക്കുകയാണ്. പോലീസുകാരും സ്ഥലത്തെത്തി. അവരും ഈ ഒരു കാഴ്ച കണ്ട് ആകെപ്പാടെ പതറിപ്പോവുകയായിരുന്നു. ആ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നതിനോടൊപ്പം തന്നെ വയറിൻ്റെ അകത്ത് നിന്നും ആ 7 മാസം മാത്രം പ്രായമുള്ള ഫീറ്റസ് പുറത്തു വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതായത് കണ്ടു നിൽക്കാൻ പോലും സാധിക്കാത്ത ഒരു തരത്തിലുള്ള ഒരു ക്രൈം സീനായിരുന്നു അത്. ഉടനെ തന്നെ പോലീസ് അധികാരികൾ ആ ബോഡിയും മറ്റും റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയായിരുന്നു. അതിനുശേഷം ഇൻവെസ്റ്റിഗേഷനും അവർ തുടങ്ങി. അപ്പോൾ ആരാണ് ആ പെൺകുട്ടി? അവരുടെ ഹസ്ബൻഡ് ആരാണ്? എന്തിനാണ് ഇത്ര ക്രൂരമായിട്ടുള്ള രീതിയിൽ ആ ഒരു പെൺകുട്ടിയെ കൊല ചെയ്തത്? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. സ്നേഹ എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സച്ചിൻ സത്യനാരായണ എന്ന് പറയുന്ന ഒരു യുവാവുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ഇവരെ രണ്ടുപേരെയും നൈബേഴ്സ് ആരും തന്നെ പുറത്തോട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പോലീസിന് ഈ ഒരു കേസിൽ ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നത് സച്ചിനെയാണ്. അങ്ങനെ അയാളുടെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് അയാളെ ട്രാക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആളുടെ ഫോൺ നമ്പറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡ് എടുത്തു. എന്നിട്ട് ആ ഒരു അഡ്രസ്സിലോട്ട് പോലീസുകാർ പോയി നോക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ ആളുടെ സ്വന്തം വീട്ടിൽ ഈ ഒരു സച്ചിൻ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ അയാളെ കസ്റ്റഡിയിലെടുക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യനിങ്ങും മറ്റും സ്റ്റാർട്ട് ചെയ്തു. വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ വൈഫ് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു കൊലപാതകത്തിനും നിനക്കും തമ്മിൽ എന്താണ് ബന്ധം? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നീ അങ്ങോട്ട് പോകാത്തത്? തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ചോദ്യങ്ങൾ ഇയാളുടെ അടുത്ത് പോലീസുകാർ ചോദിക്കുകയായിരുന്നു. ഈ ചോദ്യങ്ങളിൽ നിന്നൊന്നും തന്നെ അയാൾക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ആ ഒരു സത്യം അയാൾ സമ്മതിക്കുകയായിരുന്നു. തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് താനാണെന്നുള്ളൊരു കാര്യം ഈ ഒരു സച്ചിൻ സമ്മതിച്ചു. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, എന്തിനാണ് നീ ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം ചെയ്തത്? അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ക്രൈം എക്സിക്യൂട്ട് ചെയ്തതെന്ന്. അപ്പോൾ ഈ ഒരു സച്ചിൻ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. സ്നേഹയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദിലുള്ളൊരു ഗാന്ധി നഗറിലാണ് സ്നേഹയും തൻ്റെ പാരൻസും താമസിച്ചിരുന്നത്. സിബ്ലിങ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും മകളും ആയിരുന്നു അവിടെ താമസിക്കുന്നുണ്ടായിരുന്നത്. ഈ സ്നേഹ എന്ന് പറയുന്ന പെൺകുട്ടി സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ തുടങ്ങിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ സ്ഥിരമായിട്ട് ഒരു പയ്യൻ വന്ന് ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. പിന്നീടാണ് ഇവർ തമ്മിൽ ചാറ്റ് ചെയ്യുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, സച്ചിനായിരുന്നു. അങ്ങനെ ഇവർ ഇൻസ്റ്റഗ്രാമിലൂടെ ചാറ്റ് ചെയ്തു. ആ ഒരു സൗഹൃദം തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവർ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ തുടങ്ങുകയായിരുന്നു. പതിയെ പതിയെ ആ ഒരു സൗഹൃദം അത് വളർന്നൊരു പ്രണയമായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. 2021 അപ്പോഴത്തേനും ഈ സ്നേഹയ്ക്ക് 18 വയസ്സായിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് 18 വയസ്സായ ആ ഒരു ടൈമിൽ സ്നേഹയുടെ പേരൻസ് സ്നേഹയ്ക്ക് വേണ്ടി കല്യാണാലോചനകളും മറ്റും നോക്കി തുടങ്ങുകയായിരുന്നു. എന്നാൽ ഇതിനൊന്നും തന്നെ സ്നേഹയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം സ്നേഹ തൻ്റെ പേരൻസിൻ്റെ അടുത്ത് കാര്യം പറയുകയാണ്. തനിക്കൊരു പയ്യനെ ഇഷ്ടമാണെന്നും ആ പയ്യനെ അല്ലാതെ വേറെ ആരെയും താൻ കല്യാണം കഴിക്കില്ല എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. എന്നാൽ പേരൻസ് ആ ഒരു വിവാഹത്തിന് അനുമതി കൊടുത്തില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം അവർ പറയുകയാണ്. എന്നാൽ തൻ്റെ പോയിന്റിൽ നിന്ന് ഒരു അണുവിട മാറാനായിട്ട് സ്നേഹയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആ പയ്യനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നും ഇനിയിപ്പോൾ നിങ്ങൾ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല വിഷം കുടിച്ച് ചത്ത് കളയും എന്നുള്ള രീതിയിൽ പേരൻസിനെ സ്നേഹ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ തങ്ങളുടെ മകൾ ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പാരൻസ് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അവസാനം മകളുടെ ഇഷ്ടത്തിന് അവർ ഓക്കെ പറയുകയും ചെയ്യുകയായിരുന്നു.
അങ്ങനെ സ്നേഹ സച്ചിനെ വിളിച്ച് കാര്യം പറഞ്ഞു. തൻ്റെ വീട്ടിൽ പാരൻസ് ഈ ഒരു വിവാഹത്തിന് സമ്മതിച്ചെന്നും നമുക്ക് വിവാഹം കഴിക്കാമെന്നുമായിരുന്നു ഈ ഒരു സ്നേഹ സച്ചിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ സച്ചിൻ ഈ ഒരു കാര്യം തൻ്റെ വീട്ടിൽ അവതരിപ്പിക്കുകയാണ്. എന്നാൽ സച്ചിൻ്റെ വീട്ടുകാരും ആ ഒരു വിവാഹത്തിന് സമ്മതിച്ചില്ല. അവരും പൂർണ്ണമായും ആ ഒരു വിവാഹ ബന്ധത്തെ എതിർക്കുകയായിരുന്നു. കാരണം അവർക്ക് സച്ചിനെ കുറിച്ച് നന്നായിട്ട് അറിയായിരുന്നു. ഈ പയ്യന് 19 വയസ്സ് മാത്രമായിരുന്നു ആ ഒരു സമയത്ത് പ്രായം. അതായത് കല്യാണ പ്രായമായിട്ടില്ല, അതിനുള്ള പക്വതയും ഇല്ല, അതുപോലെ തന്നെ എന്താ പറയുക, മര്യാദക്ക് പഠിച്ചൊരു ജോലിയിലോട്ടൊന്നും എത്തിയിട്ടില്ല, പറയത്തക്ക ജോലിയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പേരൻസ് എന്തായാലും ഈ ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കേണ്ട എന്നുള്ളൊരു കാര്യം സച്ചിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. എന്നാൽ സച്ചിൻ അത് കൂട്ടാക്കിയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് നേരെ ഒരു അമ്പലത്തിൽ പോയിട്ട് വിവാഹം കഴിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാനും തുടങ്ങി. ആ ഒരു ടൈമിൽ സച്ചിൻ ഡെലിവറി ജോലികളും മറ്റുമൊക്കെ ചെയ്തിട്ടായിരുന്നു തൻ്റെ കുടുംബം പുലർത്തിയിരുന്നത്. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു മകൻ ജനിക്കുകയായിരുന്നു. അതുവരെ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ അതിനുശേഷം സച്ചിൻ്റെ സ്വഭാവത്തിൽ സാരമായ മാറ്റങ്ങൾ വരികയാണ്. അയാൾ കൂടുതലായിട്ട് മദ്യത്തിന് അടിമയാവുകയായിരുന്നു. അതായത് സ്ഥിരമായിട്ട് മദ്യപിക്കും, വീട്ടിലോട്ട് പൈസ കൊടുക്കില്ല, അതായത് വീട്ടു ചെലവിനും മറ്റൊന്നും തന്നെ പൈസ കൊടുക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇവരുടെ ഫുഡിൻ്റെ കാര്യവും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ കഷ്ടത്തിലാവുകയായിരുന്നു. ഇതിൻ്റെ പേരിൽ സ്നേഹയും സച്ചിനും തമ്മിലുള്ള അടി സ്ഥിരമായിരുന്നു. എന്തിനേറെ പറയുന്നു, ആ ഒരു കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങളോ ബാക്കിയുള്ള ഒന്നും തന്നെ കൊടുക്കാത്തൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. ആ ഒരു കുട്ടിയുടെയും സ്നേഹയുടെയും ഹെൽത്ത് ഡേ ബൈ ഡേ വീക്കായി വരികയായിരുന്നു. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് ആ ഒരു കുഞ്ഞിനൊരു വയസ്സൊക്കെ കഴിഞ്ഞ ആ ഒരു ടൈമിൽ ഈ കുഞ്ഞ് എന്താ പറയുക മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അതായത് ഹെൽത്ത് വീക്കായി ആയിരുന്നു ആ ഒരു വയസ്സുള്ള കുട്ടി മരണപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു സ്നേഹയും സച്ചിനും തമ്മിലുള്ള അടി വലിയ രീതിയിൽ രൂക്ഷമാവുകയാണ്. അവസാനം സ്നേഹ 2023 ഇനി തനിക്ക് ഈ ഒരു സച്ചിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിറങ്ങി തൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോവുകയായിരുന്നു. അതിനുശേഷം സച്ചിൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോവുകയായിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, അതായത് ഇവർ പിരിഞ്ഞ് താമസിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു സച്ചിൻ വീണ്ടും സ്നേഹയെ കോണ്ടാക്ട് ചെയ്യാണ്. എന്നിട്ട് പറ്റിപ്പോയ എല്ലാ തെറ്റുകൾക്കും ക്ഷമ ചോദിക്കുകയാണ്. അന്നെൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാടധികം തെറ്റുകൾ വന്നു, അത് എനിക്ക് പറ്റിപ്പോയതാണ്, ഇനി ഒരിക്കലും അത്തരത്തിലുള്ള തെറ്റുകളൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാണ് താൻ ചെയ്തത്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്നേഹയെ ഈ ഒരു സച്ചിൻ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. തെറ്റിദ്ധരുത്തി ജീവിക്കാനായ ഒരു അവസരം സച്ചിൻ ചോദിക്കുമ്പോൾ അവസാനം സ്നേഹയ്ക്ക് നോ പറയാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും പിന്നീട് പാരൻസ് ഒന്നും അറിയാതെ വീണ്ടും കാണാനായിട്ട് തുടങ്ങി, പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ അവരുടെ ലൈഫ് പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇവർ രണ്ടുപേരും അവരവരുടെ വീട്ടിലായിരുന്നു. വീട്ടുകാർക്ക് ഇവർ തമ്മിൽ കാണുന്നത് ആ ഒരു സമയത്ത് അറിയില്ലായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് താമസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ സച്ചിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഈ ഒരു സ്നേഹയുടെ വീട്ടിലും പറഞ്ഞു. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെയും ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഒരുമിച്ച് താമസിക്കാനും തുടങ്ങി. ഹൈദരാബാദിലെ കുഷൈഗൂഡക്ക് അടുത്തുള്ള കാപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്നത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇവർ ഒരുമിച്ച് താമസിച്ച് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്നേഹ പ്രഗ്നൻ്റ് ആവുകയായിരുന്നു. ആ ഒരു ടൈമിൽ സച്ചിനും ഭയങ്കര ഹാപ്പിയായി. എന്നാൽ ആ ഒരു സന്തോഷവും കാര്യങ്ങളും ഒന്നും തന്നെ അധികം നേരം നീണ്ടു നിന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമായിരുന്നു. അതായത് സച്ചിന് സ്നേഹയെ ഭയങ്കര സംശയമായിരുന്നു. അതായത് സ്നേഹയുടെ ഫോണിലോട്ട് വിളിക്കുന്ന ടൈമിലിടയ്ക്ക് സ്നേഹയുടെ ഫോൺ ബിസി ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ആകെപ്പാടെ 1 മാസം ആയിട്ടുള്ളൂ. അതിന് മുന്നത്തെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് കറങ്ങാൻ പോകാറൊക്കെ ഉണ്ടായിരുന്നു. അതും വല്ലപ്പോഴും ആയിരുന്നു. ആ ഒരു ടൈമിൽ മാത്രമേ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളൂ. സോ ഇത് തൻ്റെ കുഞ്ഞാവാനായിട്ട് സാധ്യതയില്ല എന്നും, ഇപ്പോൾ താൻ വിളിക്കുന്ന ടൈമിൽ ബിസി ആയിരിക്കുമ്പോൾ സ്നേഹ വേറെ ആരോടോ സംസാരിക്കുന്നുണ്ട്, അത് സ്നേഹയുടെ അജ്ഞാത കാമുകനായിരിക്കും, ആ കാമുകനായിരിക്കും ഇപ്പോൾ സ്നേഹയുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ. അങ്ങനെയുള്ള ഒരുപാടധികം ചിന്തകളായിരുന്നു ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിരുന്നത്. അവസാനം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ സ്നേഹയുടെ അടുത്ത് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ സ്നേഹ ആകപ്പാടെ എന്താ പറയുക പൊട്ടിത്തെറിക്കുകയാണ്. തൻ്റെ വയറ്റിലുള്ള കുട്ടിയുടെ അച്ഛൻ നീ തന്നെയാണ് എന്നുള്ള രീതിയിലായിരുന്നു സച്ചിൻ്റെ അടുത്ത് സ്നേഹ പറഞ്ഞത്. എന്നാൽ അതൊന്നും തന്നെ വിശ്വസിക്കാനും ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല സച്ചിൻ ഉണ്ടായിരുന്നത്. വീണ്ടും അയാൾ ഓവർ തിങ്ക് ചെയ്ത് ഈ ഒരു എന്താ പറയുക കുഞ്ഞ് തൻ്റേതല്ല എന്നുള്ള ഒരു വിശ്വാസത്തിലോട്ടാണ് ആള് പോയത്. സ്നേഹ പ്രഗ്നൻ്റ് ആയപ്പോൾ തുടങ്ങിയ അടി പിന്നീട് അങ്ങോട്ട് തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു. അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം 7 മാസമായി.
അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോന്ന് ചിന്തിച്ചൂട്ടി അയാളുടെ മനസ്സിൽ അതും ഇതൊക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടുകയായിരുന്നു. അവസാനം ഈ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക അനന്തരഫലം എന്നുള്ളോണം ആൾ ഒരുമാതിരി സൈക്കോ ആയിട്ട് മാറുകയായിരുന്നു. അത് തൻ്റെ കുഞ്ഞല്ലാന്നും സ്നേഹയ്ക്ക് വേറെ ആരോടോ ബന്ധമുണ്ടെന്നൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട്, അതായത് എന്താ പറയുക, ആകെപ്പാടൊരു ഭ്രാന്ത് പിടിച്ചൊരു സിറ്റുവേഷനിലോട്ട് ആൾ പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ജാനുവരി 16, 2025 വെളുപ്പിന് ഒരു 5 മണി ടൈമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സച്ചിൻ വേഗം തന്നെ എഴുന്നേറ്റ് ഈ ഒരു സ്നേഹയുടെ വയറ്റിൽ കയറിയിരിക്കുകയായിരുന്നു. അതിനുശേഷം ആ ഒരു സ്ത്രീയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയും ചെയ്തു. ഇത് തൻ്റെ കുഞ്ഞല്ല എന്നും നീ വേറെ ആരോടൊപ്പം പോയിട്ടുണ്ടായ കുഞ്ഞാണെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീയുടെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഗ്രോണപ്പ് ആയിട്ടുള്ള ഒരാൾ 7 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ വയറ്റിൽ കയറിയിരിക്കുന്ന ആ ഒരു ടൈമിൽ അവർക്ക് ആ ഒരു വേദന താങ്ങാൻ പറ്റാവുന്നതിലപ്പുറമായിരുന്നു. അപ്പോൾ അവർ അലറി വിളിക്കാനായിട്ട് തുടങ്ങി, ഇയാളെ തള്ളി മാറ്റാനായിട്ടൊക്കെ തുടങ്ങി. എന്നാൽ ഇയാൾ ആ ഒരു ടൈമിൽ കൂടുതൽ ഫോഴ്സ് ചെയ്ത് ആ ഒരു സ്ത്രീയുടെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സ്നേഹയെ കൊണ്ട് സാധിച്ചില്ല. അതിനോടൊപ്പം തന്നെ സച്ചിൻ സ്നേഹയുടെ വയറ്റത്തും അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ ആ ഒരു സ്ട്രഗിളിനൊടുവിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ അകത്ത് നിന്ന് ആ ഒരു ഫീറ്റസ് പുറത്തോട്ട് വരികയായിരുന്നു. ആ ഒരു ടൈമിൽ എന്താ പറയുക, പ്രസവ വേദനയും അതുപോലെ തന്നെ ഈ ഒരു ശ്വാസം മുട്ടിക്കലും എല്ലാം കൂടെ ആയിട്ട് സ്നേഹ മരണപ്പെടുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. സ്നേഹ മരിച്ചത് ഉറപ്പാക്കിയ ശേഷം ഈ ഒരു സച്ചിൻ എങ്ങനെ താൻ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താൻ രക്ഷപ്പെടുമെന്നുള്ളൊരു ചിന്തയായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ ബോഡി ആൾ നേരെ എടുത്ത് ഹാളിൻ്റെ അവിടെ കൊണ്ടുപോയി ഇടുന്നതും അതിനുശേഷം അവിടുത്തെ ഗ്യാസ് തുറന്നു വെക്കുന്നതും പിന്നീട് കുറച്ചങ്ങ് നീക്കിയിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുകയും ചെയ്തു. എന്നിട്ട് ആൾ അവിടെ നിന്ന് നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങി ഡോറും ലോക്ക് ചെയ്തിട്ട് തൻ്റെ പാരൻസിൻ്റെ അടുത്തോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഗ്യാസ് ആ ഒരു വീട്ടിൽ നിറയുമെന്നും ആ ഒരു ടൈമിൽ ഈ ഒരു കത്തിച്ചു വെച്ച മെഴുകുതിരിയുമായിട്ട് കോണ്ടാക്റ്റിലാവുമെന്നും അപ്പോൾ അവിടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചൊരു അപകടം ഉണ്ടാവുമെന്നും ആ ഒരു അപകടത്തിലായിരിക്കും ഇവർ മരിച്ചത് എന്നുള്ളൊരു തരത്തിൽ പോലീസുകാർ കണ്ടെത്തും എന്നുള്ളൊരു രീതിയിലായിരുന്നു അയാൾ ചിന്തിച്ചത്. അപ്പോൾ ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിൻ്റെ ന്യൂസും പ്രതീക്ഷിച്ചിട്ടായിരുന്നു ആൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്തായാലും പോലീസ് തന്നെ തേടി വരില്ല എന്നുള്ളൊരു ചിന്ത ആൾക്കുണ്ടായിരുന്നു ഈ ഒരു മേർഡറിൻ്റെ കേസും പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ സ്നേഹയുടെ പാരൻസും ആരും തന്നെ മൂപ്പരെ വിളിച്ചിട്ടില്ലാത്തത് കൊണ്ട് താൻ സേഫാണെന്നുള്ളൊരു മൈൻഡിലായിരുന്നു ആളുടെ സ്വന്തം വീട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ആൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും തന്നെ ആയിരുന്നില്ല സംഭവിച്ചത്. അതായത് ആ വീട്ടിൽ ഗ്യാസ് കുറവായിരുന്നു, അതുപോലെ തന്നെ മെഴുകുതിരി കെട്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഒരു സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവം തന്നെ അവിടെ ഉണ്ടായില്ല. എന്നാൽ 3 ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ഈ സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് നൈബേഴ്സിന് എന്തൊക്കെയോ തോന്നിയിട്ട് അവർ നേരെ ഹൗസ് ഓണറെ വിളിക്കുന്നതും അയാൾ അങ്ങോട്ട് വരുന്നതും പിന്നീട് ആ ഒരു വീട് തുറക്കുന്നതും പിന്നീട് ഞാൻ ഈ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസിൽ ഇപ്പോൾ സച്ചിൻ ജയിലിലാണ്, അതുപോലെ തന്നെ കേസ് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. വളരെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് സംഭവിച്ച വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കേസായിരുന്നു ഇത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു കേസിൽ ഇനി വേറെന്തെങ്കിലും എന്താ പറയുക ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തൊക്കെ ആയിരിക്കുമെന്നുള്ളത് കൂടെ താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ റജിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.